ചെറുവയൽ രാമൻ നമുക്ക് ആരാണ്? കേരളത്തിൻ്റെ അഭിമാന കർഷകൻ. ഒറ്റ വാക്കിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. പരമ്പരാഗതവും അപൂർവവുമായ നെൽവിത്തുകളെ സ്വന്തം മക്കളെ പോലെ പോറ്റി സംരക്ഷിക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച വയനാട്ടിലെ മാതൃകാ കർഷകനാണ് ചെറുവയൽ രാമൻ. രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ച കാര്യവും പ്രേക്ഷകർക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചെറുവയൽ രാമേട്ടൻ്റെ ഇപ്പോഴത്തെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ചാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അദ്ദേഹം മൂക്കുകുത്തി വീണിരിക്കുന്നു. ചെറുവയൽ രാമേട്ടനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അദ്ദേഹം പത്മശ്രീ ചെറുവയൽ രാമേട്ടനായതുകൊണ്ട് സമ്പന്നമായിട്ട് കഴിയുകയാണെന്ന്. ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ആദരവുകളടക്കം മഴ നനയാതെ വയ്ക്കാൻ പോലും വീട്ടിൽ കഴിയാത്തൊരു സ്ഥിതിയാണ് അദ്ദേഹത്തിനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തെ പോലെ പത്മശ്രീ നൽകി രാജ്യം ആദരിച്ച ഒരു മനുഷ്യൻ, ഒരു കർഷകൻ, ഒരു മാതൃകാ കർഷകൻ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് കഴിയുന്നത് എന്നറിയുക. സർക്കാരിൻ്റെ ഗ്രാൻഡ് ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ ഒരിക്കലും കഴിയില്ല എന്നാണ് രാമേട്ടൻ 24നോട് പറഞ്ഞത്. തൻ്റെ വിഷമങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. പത്മശ്രീ അംഗീകാരം പക്ഷെ ജനങ്ങളിൽ നോക്കുമ്പം ഇയാൾക്ക് എല്ലാ അർത്ഥത്തിലും സാമ്പത്തിക നേട്ടമുണ്ട് എന്നതാണ് കാഴ്ചപ്പാട്. കാരണം ആളുകളുടെ സമീപനം അങ്ങനെയാണ്. ഇയാൾ ഇത്രയും പത്മശ്രീ ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടും ആൾ പിശുക്കനാണ് എന്ന് ചില ആളുകൾ പിറുപിറുക്കുന്നൊക്കെ ഉണ്ട്. പത്മശ്രീ കിട്ടുമ്പോൾ സത്യത്തിൽ നമുക്ക് സന്തോഷിക്കാണല്ലോ വേണ്ടത്. പക്ഷെ ഇതിപ്പം ദുഃഖത്തിലേക്ക് പോകുന്ന ലക്ഷണം കാണിക്കുന്നത്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം കൃഷി അവസാനിപ്പിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് 75-കാരനായ ചെറുവയൽ രാമൻ. എൻ്റെ ആത്മഹത്യയിൽ നിന്ന് ചില ഭാഗങ്ങൾ എടുത്ത് 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിന് നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അവരുടെ അടുത്തൊക്കെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അവർ ഗ്രാൻഡ് ഒന്നും തരുന്നില്ലല്ലോ. മരങ്ങൾ സംരക്ഷിക്കുന്നതിന് ഗ്രാൻഡ് കൊടുക്കാമല്ലോ. അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷിക്കുന്നതിൻ്റെ ഒരു പരിധി വരെയൊക്കെ അവർക്ക് ഗ്രാൻഡ് കൊടുക്കാൻ കഴിയുമല്ലോ. അങ്ങനെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് എന്നിൽ കിട്ടി, പിന്നെ അങ്ങനെ പല ആളുകളിലേക്ക് അത് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാനും നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ ഒരു പരിധി വരെ മാറ്റാനൊക്കെ സാധിക്കുമല്ലോ. ഇപ്പം അകത്തിപ്പം 4 അലമാരയിൽ ഫുള്ള് മൊമെൻറ്റുകളാണ് അകത്ത് കിടക്കുക. അത് മുഴുവനും മഴ പെയ്ത് ചോർന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ നാശമാവും. അതിപ്പം വെക്കാൻ പോലും സൗകര്യക്കുറവുണ്ട് എന്ന് പറയേണ്ടി വരും. ആകെയുള്ള വരുമാനം 1600 രൂപ പെൻഷനാണ്. ഒരു മാസത്തെ മരുന്നിന് തന്നെ വേണം 1700 രൂപ. എനിക്കും അതുപോലെ തന്നെ അങ്ങനെ നഷ്ടം സംഭവിച്ചിട്ടുള്ള കർഷകർക്കൊക്കെ സർക്കാർ ഗ്രാൻഡ് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്രാൻഡായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. അല്ലാണ്ട് അത് ബാങ്ക് ലോണ് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അത് തിരിച്ചടയ്ക്കാൻ കഴിയൊന്നുമില്ല. നമ്മൾ ലോണ് കൊടുത്തിട്ട് എന്താ കാര്യം? തിരിച്ചടയ്ക്കാൻ കഴിയണ്ടേ? അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും വ്യക്തിപരമായിട്ട് വളരെ വിഷമത്തിൽ തന്നെയാണ്. ഒരു തർക്കവുമില്ല. പിന്നെ സത്യം ഞാൻ പറയട്ടെ, നിങ്ങളുടെ എല്ലാവരുടെയും മക്കളാണ് സത്യം. എൻ്റെ അടുത്ത് വേറെ വരുമാനമൊന്നുമില്ല. പിന്നെ ബാങ്ക് അക്കൗണ്ടൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ബാങ്ക് അക്കൗണ്ട് എന്നോട് എത്ര ആൾ ചോദിക്കുന്നുണ്ട്, രാമേട്ടന് ഗൂഗിൾ പേ ഉണ്ടോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു എനിക്ക് ഗൂഗിൾ പേ ഒന്നും എനിക്കില്ല. ഗൂഗിൾ പേ ഉണ്ടാവണമെങ്കിൽ അതിനനുസരിച്ച് കാശ് ബാങ്കിലുണ്ടെങ്കിലേ ഗൂഗിൾ പേ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഗൂഗിൾ പേ ഉണ്ടായിട്ട് എന്താ ചുമ്മാ ഗൂഗിൾ പേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നാടൻ വിത്തുകളുടെ സംരക്ഷണം, കുട്ടികൾക്ക് വേണ്ട കൃഷിപാഠം നൽകൽ, പ്രകൃതി സംരക്ഷണം തുടങ്ങിയ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. എത്ര കാലം അത് സാധ്യമാകും എന്നറിയില്ല. അത്രയും സാമ്പത്തിക പ്രയാസമുണ്ട് ചെറുവയൽ രാമന്. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ചെറുവയൽ രാമേട്ടൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ഈ നാടിൻ്റെ പൊതുസ്വത്താണ്. സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാർ സംവിധാനത്തിനുണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ഓക്കെ, എന്തായാലും വളരെ സങ്കടകരമായ കാര്യമാണ്. സുപ്രിയ ഉണ്ണികൃഷ്ണൻ പറയുന്നൊരു കാര്യം ഇതുമായി ചേർത്ത് വായിക്കണം. SK, നമ്മുടെ ഇന്ത്യയിലെ ശരാശരി എല്ലാ കർഷകരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പച്ചക്കറിയുടെ വില മാർക്കറ്റിൽ കൂടിയാലും അതൊന്നും ഇവർക്ക് ഗുണമാകുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറുവയൽ രാമൻ നമ്മൾ ഏറ്റവും ആദരിക്കുന്ന ഒരു കർഷകനാണ്. വയനാട്ടിലെ കർഷകൻ പത്മശ്രീ കൊടുത്തു, നമ്മൾ ആദരിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് ആദരവുകൾ നൽകി. അത് വയ്ക്കാനുള്ള അലമാരിപ്പെട്ടി നനയാതെ സൂക്ഷിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം കഴിയുന്നത്. ആർക്കെങ്കിലുമൊക്കെ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ള. അപ്പോൾ ഷാജി പോയിക്കൽ പറയുന്ന 24 കണക്ട് വഴി അദ്ദേഹത്തെ സഹായിച്ചോളൂ. തീർച്ചയായിട്ടും നമുക്കതും ആലോചിക്കാം. എന്നാൽ അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ 75 വയസ്സായി, പ്രാരാബ്ദങ്ങളില്ലാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മുടെ രാമേട്ടൻ സന്തോഷമായിട്ട് ഈ മണ്ണിൽ കനകം വിളയിച്ച് മുന്നോട്ട് പോകണം.
അതിന് പറ്റുന്നവരൊക്കെ സഹായിക്കണം. ചെറുവയൽ രാമൻ നമ്മുടെ മോഡലാണ്, എ മോഡൽ ഹീറോ.